തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നവരുടെയും വരുന്നവരുടെയും എത്രയോ കാലത്തെ പേടി സ്വപ്നമാണ് വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവ്. എത്രയെത്രയോ ദിവസങ്ങൾ വളാഞ്ചേരിക്കാരുടെ നേരം പുലരുന്നത് തന്നെ വട്ടപ്പാറയിലെ അപകട വാർത്തകൾ കേട്ടുകൊണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ ചോര വീണ് നനഞ്ഞ ഈ വളവ് ഇപ്പോൾ പഴങ്കഥയാവുകയാണ്. ദേശീയപാത വികസനം പൂർത്തിയാകുമ്പോൾ വട്ടപ്പാറ വളവിനെ പേടിക്കാതെ യാത്ര ചെയ്യാം. ഇനി വെറും യാത്രയല്ല, ഗംഭീര കാഴ്ച നിറഞ്ഞ യാത്ര തന്നെയാണ് അത്. അതിനായി ഡയറക്റ്റ് പാലമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ആദ്യം ഈ കാഴ്ചകൾ തന്നെ കാണാം. വട്ടപ്പാറ വളവ്. അനേകം ആളുകളുടെ ചോര വീണ് നനഞ്ഞ അപകട പാതയാണിത്. റോഡ് വീതി കൂട്ടിയും വളവ് നികത്താനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല. വണ്ടികൾ പിന്നെയും പിന്നെയും മറിഞ്ഞു. പലരുടെയും ജീവൻ നഷ്ടമായി. പരിക്കേറ്റവരും ഏറെ. കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ നമ്മൾ പണ്ട് ഇങ്ങനെയൊരു വളവുണ്ടായിരുന്നു എന്ന് പറയും. ദേശീയപാതാ വികസനം പൂർത്തിയാകുമ്പോൾ. ഈ കാണുന്നത് 2 തൂണുകളിൽ ഉറച്ചു നിൽക്കാൻ പോകുന്ന 6 വരി പാലമാണ്. നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. വയഡക്ട് പാലം എന്നാണ് ഈ നിർമ്മാണ സാങ്കേതിക വിദ്യ ലോകമാകെ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലെന്ന് മാത്രം. ഇടപ്പള്ളി പൻവേൽ ദേശീയപാത 66 പൂർത്തിയാകുമ്പോൾ വട്ടപ്പാറ കയറാതെ കുറ്റിപ്പുറത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകാം. വട്ടപ്പാറ ഇറക്കത്തിലെ പള്ളിക്ക് സമീപം നിന്നാണ് പാലം തുടങ്ങുന്നത്. 135 തൂണുകളിലായി 4 കിലോമീറ്ററും 100 മീറ്ററും നീളം. കുന്നിനു മുകളിൽ നിന്ന് വയലിലേക്ക് നീളുന്ന 2 പാലങ്ങൾ. വളാഞ്ചേരി ഓണിയൽ പാലം കഴിഞ്ഞ് നിലവിലെ ദേശീയപാതയിൽ ചേരും. വളാഞ്ചേരി പട്ടണത്തിലെ തിരക്കിൽപ്പെടില്ലെന്ന പ്രത്യേകതയുമുണ്ട്. പട്ടാമ്പിയിലേക്കോ പാലക്കാട്ടേക്കോ പോകേണ്ടവർക്ക് മാത്രമായിരിക്കും ഇനി വളാഞ്ചേരി പട്ടണത്തിൽ പ്രവേശിക്കേണ്ടി വരിക. തൊട്ടപ്പുറത്ത് ചങ്കുവെട്ടിയിൽ പോകാതെ പോകാൻ കോട്ടക്കൽ ബൈപ്പാസും പൂർത്തിയായി വരുന്നുണ്ട്. കഴിഞ്ഞ നവംബറിലാണ് ഹൈദരാബാദിലെ KNR കൺസ്ട്രക്ഷൻസ് വയഡക്ട് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തോടടുക്കുന്നു. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വട്ടപ്പാറയിലെ അപകടവളവിന്റെ കുപ്രസിദ്ധിക്ക്. കോടികൾ ചെലവാക്കിയാണ് പലപ്പോഴും അപകടക്കെണി ഒഴിവാക്കാൻ നവീകരണം നടത്തിയത്. പക്ഷേ അതൊന്നും ഫലം കാണാത്തതായിരുന്നു ചരിത്രം. അതിന് പരിഹാരമാകുകയാണ്. അതിവേഗം നിർമ്മാണം പൂർത്തിയായ ദേശീയപാതയിലെ ഏറ്റവും നിർണായകമായ ഭാഗമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ന്യൂസ് 18 വളാഞ്ചേരി.